നമസ്കാരം. കേരളത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരേ വിലക്കല്ല ഭൂമി ലഭിക്കുന്നത്. ഒരു ജില്ലയ്ക്കുള്ളിലും നഗരപ്രദേശങ്ങൾക്കും ഗ്രാമപ്രദേശങ്ങൾക്കും തമ്മിൽ വലിയ വില വ്യത്യാസമുണ്ട്. അതിനാൽ ഒരു ജില്ല മുഴുവൻ വിലകുറവാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പൊതുവെ ചില ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ലഭിക്കുന്നുണ്ട്. ആദ്യമായി കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലെ നിരവധി ഗ്രാമപ്രദേശങ്ങളിൽ വീടുവെക്കാനും കൃഷിക്കുമായി കുറഞ്ഞ വിലയിൽ ഭൂമി ലഭിക്കാറുണ്ട്. രണ്ടാമതായി വയനാട്. കൃഷിഭൂമിയും റെസിഡൻഷ്യൽ പ്ലോട്ടുകളും പല ഭാഗങ്ങളിലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയിലാണ് ലഭിക്കുന്നത്. മൂന്നാമതായി പാലക്കാട്. പാലക്കാട് നഗരത്തിന് പുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങാൻ അവസരങ്ങളുണ്ട്. നാലാമതായി പത്തനംതിട്ട. പ്രധാന നഗരങ്ങളിൽ നിന്ന് അകലെയുള്ള ചില പ്രദേശങ്ങളിൽ താരതമ്യേന കുറഞ്ഞ വിലയിൽ ഭൂമി ലഭിക്കുന്നു. അഞ്ചാമതായി ഇടുക്കി. ചില പ്രദേശങ്ങളിൽ ഭൂമിവില കുറവാണെങ്കിലും ഭൂമിയുടെ നിയമപരമായ സ്ഥിതി, നിർമ്മാണ അനുമതി, കൃഷിയോഗ്യത എന്നിവ നിർബന്ധമായും പരിശോധിക്കണം. അതേസമയം തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ നഗരപ്രദേശങ്ങളിൽ ഭൂമിവില പൊതുവെ കൂടുതലാണ്. വില കുറഞ്ഞ ഭൂമി വാങ്ങുമ്പോൾ വില മാത്രം നോക്കി തീരുമാനിക്കരുത്. ഭൂമിക്ക് വ്യക്തമായ ഉടമസ്ഥാവകാശ രേഖകളുണ്ടോ? പട്ടയമുണ്ടോ? പോക്കുവരവ് പൂർത്തിയായിട്ടുണ്ടോ? ഭൂനികുതി അടച്ചിട്ടുണ്ടോ? സർവേ സ്കെച്ച് ലഭ്യമാണോ? റോഡ് സൗകര്യമുണ്ടോ? വൈദ്യുതിയും കുടിവെള്ളവും ലഭ്യമാണോ? വെള്ളപ്പൊക്ക സാധ്യതയുണ്ടോ? വനഭൂമിയോ സർക്കാർ ഭൂമിയോ അല്ലെന്ന് ഉറപ്പാക്കണം. ഭാവിയിൽ വില ഉയരാൻ സാധ്യതയുള്ള പ്രദേശമാണോ എന്നും പരിശോധിക്കുക. വിഴിഞ്ഞം തുറമുഖം, ദേശീയപാത, പുതിയ വ്യവസായ പദ്ധതികൾ, IT പാർക്കുകൾ എന്നിവ വരുന്ന പ്രദേശങ്ങളിൽ ഭൂമിവില ഭാവിയിൽ ഉയരാൻ സാധ്യത കൂടുതലാണ്. ഭൂമി വാങ്ങുന്നതിന് മുമ്പ് രജിസ്ട്രേഷൻ രേഖകൾ, എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്, റീസർവേ വിവരങ്ങൾ എന്നിവ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ നിയമവിദഗ്ധരുടെയും സർവേ വിദഗ്ധരുടെയും സഹായം തേടുക. വില കുറഞ്ഞ ഭൂമി വാങ്ങുമ്പോൾ വഞ്ചനകൾ ഒഴിവാക്കാൻ എല്ലാ രേഖകളും സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമേ അഡ്വാൻസ് നൽകാവൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. കേരള സർക്കാർ പദ്ധതികൾ, ഭൂമി സംബന്ധമായ നിയമങ്ങൾ, രജിസ്ട്രേഷൻ, പട്ടയം, ബാങ്കിംഗ്, ധനകാര്യ വാർത്തകൾ എന്നിവയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.